എല്ലാവരും ഒരു തെറ്റ് ചെയ്യുന്നു. ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ വ്യൂസ് വരുമെന്ന് കരുതും, സബ്സ്ക്രൈബേഴ്സ് വരുമെന്ന് കരുതും, ആളുകൾ ഷെയർ ചെയ്യുമെന്ന് കരുതും. പക്ഷേ ഒരു ചോദ്യം, നിൻ്റെ ആദ്യ വീഡിയോ ലോകം കാണേണ്ട കാരണം എന്താണ്? കഠിനമായ ചോദ്യമല്ലേ? പക്ഷേ ഈ ചോദ്യം മനസ്സിലാക്കിയാൽ യൂട്യൂബിനെ കുറിച്ചുള്ള നിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറും. ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണ്. ഇപ്പോഴാണ് എൻ്റെ ജേണി തുടങ്ങുന്നത്. നോട്ടിഫിക്കേഷൻ വരുമോ, വ്യൂസ് വരുമോ, കമൻസ് വരുമോ എന്ന് ഓരോ 5 മിനിറ്റിലും യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നു നോക്കും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. സ്ക്രീനിൽ കാണുന്നത് 0 വ്യൂസ്, 0 സബ്സ്ക്രൈബേഴ്സ്, ഫുൾ സൈലൻസ്. അപ്പോൾ പലരും ഒരു കൺക്ലൂഷൻ എടുക്കും, എൻ്റെ കണ്ടൻറ്റ് നല്ലതല്ല. പക്ഷെ സത്യം അതല്ല. ഒരു സത്യം പറയട്ടെ, യൂട്യൂബിന് നിന്നെ അറിയില്ല, ഓഡിയൻസിന് നിന്നെ അറിയില്ല, ഇൻ്റർനെറ്റിന് പോലും നീ ആരാണെന്നറിയില്ല. അതുകൊണ്ട് ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം ലോകം നിനക്ക് അപ്ലോസ് തരില്ല. കാരണം അവർ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പുതിയ കട തുറന്നാൽ ആദ്യ ദിവസം തന്നെ ക്യൂ ഉണ്ടാവും? ഇല്ല. അങ്ങനെ തന്നെയാണ് യൂട്യൂബ്. ഇവിടെയാണ് ഭൂരിഭാഗം ക്രിയേറ്റേഴ്സും തോൽക്കുന്നത്. ആദ്യ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ, 5ാമത്തെ വീഡിയോ, 10 വീഡിയോ, അതിനുശേഷം ഇത് വർക്ക് ചെയ്യുന്നില്ല, ക്വിറ്റ്. പക്ഷേ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല, ആദ്യ 10 വീഡിയോസ് ഓഡിയൻസിനേക്കാൾ ക്രിയേറ്റേഴ്സിനെ തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. 100 വീഡിയോസ് എന്നത് ഒരു മാജിക് നമ്പറല്ല, അതൊരു മൈൻഡ് സെറ്റാണ്. ആദ്യ 100 വീഡിയോസിൽ നീ എഡിറ്റിംഗ് പഠിക്കും, സ്റ്റോറി ടെല്ലിങ് പഠിക്കും, തംബ്നെയിൽ ഉണ്ടാക്കാൻ പഠിക്കും, ടൈറ്റിൽ എഴുതാൻ പഠിക്കും, വോയിസ് ഇമ്പ്രൂവ് ചെയ്യും, കോൺഫിഡൻസ് വളരും, ക്യാമറ ഇല്ലെങ്കിലും ക്രിയേറ്റർ ആകാൻ പഠിക്കും. ഓരോ വീഡിയോയും നിൻ്റെ സ്കില്ലിനെ കുറച്ചുകൂടി ഷാർപ്പൺ ചെയ്യും. പലരും വ്യൂസിനെയാണ് ചേസ് ചെയ്യുന്നത്. പക്ഷേ വ്യൂസ് കൺട്രോൾ ചെയ്യാൻ നിനക്ക് കഴിയില്ല, അൽഗോരിതം കൺട്രോൾ ചെയ്യാൻ നിനക്ക് കഴിയില്ല. പക്ഷേ ഒരു കാര്യം കൺട്രോൾ ചെയ്യാം, ഇന്നത്തെ വീഡിയോ ഇന്നലത്തേതിനേക്കാൾ നല്ലതാക്കാം. അതാണ് റിയൽ ഗ്രോത്ത്. ഇന്ന് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് ഒരിക്കൽ 0 വ്യൂസ് കണ്ടവരാണ്, 0 കമൻസ് കണ്ടവരാണ്. നോബഡി കെയർഡ്. പക്ഷേ അവർ ഒരു കാര്യം ചെയ്തു, ക്വിറ്റ് ചെയ്തില്ല. അവർ നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കി, പിന്നെ നെക്സ്റ്റ്, വീണ്ടും നെക്സ്റ്റ്. അതാണ് ഡിഫറൻസ്. യൂട്യൂബിൽ വിജയിക്കാനുള്ള ഗോൾ വൈറലാകുകയല്ല, ബെറ്റർ ആകുകയാണ്. ഓരോ വീഡിയോയും കഴിഞ്ഞ വീഡിയോയ്ക്കാൾ 1% മെച്ചപ്പെടുത്തുക. 1 വർഷത്തിന് ശേഷം ആ 1% വലിയ മാറ്റമാകും. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, നിൻ്റെ ആദ്യ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ 2ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ? 2ാമത്തേതും കണ്ടില്ലെങ്കിൽ 3ാമത്തേത് അപ്ലോഡ് ചെയ്യുമോ? ഉത്തരം അതേ എങ്കിൽ നീ വ്യൂസിന് വേണ്ടിയല്ല, ക്രിയേഷന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അവിടെയാണ് ഒരു യൂട്യൂബർ ഒരു ക്രിയേറ്റർ ആകുന്നത്. നോബഡി കെയർസ് അബൌട്ട് യുവർ ഫസ്റ്റ് 100 വീഡിയോസ് until one day everyone cares about your 101. This is Orca, not for everyone.